ഇന്ത്യ മുന്നണി പിളർപ്പിലേക്കോ എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അങ്ങ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും മായാവതിയും തമ്മിലുള്ള പോര് മുറുകുന്നു. അതേസമയം ഇങ്ങ് ബംഗാളിൽ മമതാ ബാനർജിയും CPIM-ഉം തമ്മിലുള്ള പോര് അതിഭീകരമായ വിധത്തിൽ ഉയരുന്നു. മറ്റൊരു സാഹചര്യത്തിൽ മായാവതി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ വരണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ നിതീഷ് കുമാർ മാധ്യമങ്ങളെ പോലും അഭിസംബോധന ചെയ്യാതെ ഇറങ്ങിപ്പോകുന്നു. വലിയ തരത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയിലേക്ക് മായാവതിയെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ചർച്ച വരുന്ന സാഹചര്യത്തിലാണ് അഖിലേഷ് യാദവ് തന്റെ നിലപാട് പറയുന്നത്. അതായത് മായാവതി ഇന്ത്യ മുന്നണിയിൽ വരികയാണെങ്കിൽ താൻ ആ സഖ്യത്തിൽ നിന്നും മാറി നിൽക്കും എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. തുടർന്ന് മായാവതി അഖിലേഷ് യാദവിനോട് തിരിച്ചടിക്കുകയാണ്. തന്നെ ഇന്ത്യ മുന്നണിയിലെടുക്കാൻ താൻ അഖിലേഷ് യാദവിന് കത്തൊന്നും നൽകിയിട്ടില്ല എന്നാണ് മായാവതിയുടെ പ്രതികരണം. വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് അങ്ങ് ഉത്തർപ്രദേശിൽ നടക്കുന്നത്. അഖിലേഷ് യാദവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ പാർട്ടിയും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഖിലേഷിന്റെ വാക്കുകൾ കണ്ടില്ലെന്ന് നടിക്കാനും സാധിക്കില്ല. പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മായാവതിയുമായി പ്രിയങ്ക ഗാന്ധി പ്രചരണ സമയത്ത് ചെറിയ രീതിയിലുള്ള സംസാരമുണ്ടായിരുന്നതാണ്. ഒരു ഐക്യപ്പെടൽ അന്നേ സംശയിച്ചതുമാണ്. കോൺഗ്രസും മായാവതിയും തമ്മിലുള്ള ഒരു ഐക്യപ്പെടൽ. അതിനാണ് ഇപ്പോൾ ഒരു സാധ്യത തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ അഖിലേഷ് യാദവ് തീർത്തും പറയുകയാണ് താൻ അതിന് ഒരുക്കമല്ല എന്ന്. മാത്രമല്ല അഖിലേഷ് യാദവ് ഇത് ആദ്യമായല്ല ഇന്ത്യ മുന്നണിയോട് കയർക്കുന്നത്. ഇതിനു മുൻപും ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അഖിലേഷ് യാദവ് ഇന്ത്യ മുന്നണിയോട് പ്രകടിപ്പിച്ചതാണ്. ജാതി സെൻസസ് ആയിരുന്നു അന്നത്തെ വിഷയം. മുൻപ് ജാതി സെൻസസ് എടുത്തിരുന്ന കോൺഗ്രസ് അന്ന് മറച്ചുവെക്കുകയും ഇന്ന് അവസരോചിതമായി അത് പുറത്തെടുക്കുകയും അല്ലെങ്കിൽ വീണ്ടും അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അഖിലേഷിന്റെ വാദം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ജാതി സെൻസസ് എന്ന ഘടകം വളരെയധികം ഇന്ത്യ ചർച്ച ചെയ്തതാണ്. ഈ സാഹചര്യത്തിലായിരുന്നു അഖിലേഷ് യാദവിന്റെ ഈ പ്രതികരണം. മാത്രമല്ല ജാതി സെൻസസ് എന്ന ഘടകമാണ് ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരാൻ ശ്രമിച്ചിരുന്നതും. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അഖിലേഷ് യാദവിന്റെ ഈ പ്രതികരണം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബംഗാളിലേതാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറയുകയുണ്ടായിരുന്നു താൻ BJP-യെ തറപറ്റിക്കാൻ എന്തിനും തയ്യാറാണ് എന്ന്. ആ ഒരു സാഹചര്യത്തിൽ CPIM-ഉമായും അതുപോലെ തന്നെ കോൺഗ്രസുമായും ഐക്യപ്പെടാൻ മമതാ ബാനർജി തയ്യാറാണ് എന്നുള്ളതായിരുന്നു കൂട്ടി വായിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ RSSനോട് അനുകൂല നിലപാട് പുലർത്തുന്ന മമതയുടെ സഖ്യത്തോട്, അതായത് തൃണമൂൽ കോൺഗ്രസിനോട് ഐക്യപ്പെടാൻ CPIM-ന് യാതൊരു കാരണവശാലും സാധിക്കില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി അടക്കം മുന്നോട്ട് വന്ന് പറഞ്ഞതാണ്. ഇത്തരത്തിലുള്ള നേതാക്കളുടെ എല്ലാം തന്നെ പ്രതികരണങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സീതാറാം യെച്ചൂരി ഇതിനോട് പ്രതികരിച്ചതുമാണ്. സംസ്ഥാന തലത്തിൽ യാതൊരു തരത്തിലുള്ള ഐക്യപ്പെടലിനും തങ്ങൾ തയ്യാറല്ല എന്നും മാത്രമല്ല ദേശീയ തലത്തിൽ BJP-യെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് മമതയുമായി ഐക്യപ്പെടാൻ തയ്യാറാണ് എന്നും ആയിരുന്നു സീതാറാം യെച്ചൂരിയുടെ വാദം. മാത്രമല്ല ഇതോടുകൂടി തീരുന്നതല്ല മമതയുടെ വാദങ്ങളും ആവശ്യങ്ങളും. പ്രിയങ്ക ഗാന്ധിയെ മോദിക്ക് എതിരാളിയായി വാരണാസിയിൽ മത്സരിപ്പിക്കണമെന്നും മമതാ ബാനർജി പറയുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ വരണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരണം എന്നുള്ള ഈ വാദം അത് അല്പം കാലത്തിന് മുന്നേ സഞ്ചരിച്ചു എന്നുള്ളതായിരുന്നു വിമർശകരുടെ കാഴ്ചപ്പാട്. മാത്രമല്ല അത് മറ്റ് കക്ഷികൾക്കിടയിലും മറ്റ് നേതാക്കൾക്കിടയിലും വലിയ തരത്തിലുള്ള ആശങ്കകളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കിയെന്നുള്ളത് തീർച്ചയാണ്. ഇതിനെ തുടർന്ന് തന്നെ മുൻപേ പ്രധാനമന്ത്രി കുപ്പായം സ്വപ്നം കണ്ടിരുന്ന നിതീഷ് കുമാറിന് വലിയ രീതിയിലായിരുന്നു വിഷമമുണ്ടായത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്ന ഇന്ത്യ മുന്നണിയുടെ എല്ലാ കാര്യങ്ങളോടും ഓടി നടന്ന് സഹകരിച്ചിരുന്ന നേതാവായിരുന്നു നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമായിരുന്നു. മാത്രമല്ല ലാലു പ്രസാദ് യാദവിന് പോലും നിതീഷ് കുമാറിന്റെ ഈ നീരസത്തോട് ഐക്യപ്പെടേണ്ടിയും വന്നു. അത്തരത്തിൽ ഇന്ത്യ മുന്നണി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സംസ്ഥാന തലത്തിൽ കക്ഷികളെല്ലാം തന്നെ കൊമ്പ് കോർക്കുകയാണ്, പോരാട്ടം മുഴുകുകയാണ്. പക്ഷേ അവർക്കെല്ലാം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, BJP-യെ തറപറ്റിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ തുടരാൻ തയ്യാറാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഐക്യപ്പെടലിന് ആരും തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ ഉത്തർപ്രദേശിലെ കാര്യം അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ സംസ്ഥാന തലത്തിൽ വേറിട്ട് നിന്നാൽ പോലും ദേശീയ തലത്തിൽ പോലും യാതൊരു കാരണവശാലും ഒത്തുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഖിലേഷ് യാദവിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് മായാവതിയുടെ പേര് അവിടെ ചേർക്കപ്പെടുകയാണെങ്കിൽ, മായാവതിയെയും അതുപോലെ തന്നെ മായാവതിയുടെ പാർട്ടിയും അവിടെ ചേർക്കപ്പെടുകയാണ് എങ്കിൽ താൻ പിന്നെ സഖ്യത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് അഖിലേഷ് യാദവിന്റെ വാദം. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അറ്റ കൈയാണ്. എങ്ങനെയെങ്കിലും
കുറച്ച് വോട്ട് നേടിയെടുത്തേ തീരുകയുള്ളൂ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും പോയി. അട്ടിമറി വിജയം രാജസ്ഥാനിൽ പോലും സംഭവിച്ചു. BJPക്കാകട്ടെ വൻപിച്ച മുൻതൂക്കവും. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്പം കൂടി ഹോംവർക്ക് ചെയ്ത് ഇറങ്ങി തിരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചത്. പക്ഷേ പെട്ടെന്നായിരുന്നുള്ള യോഗമായതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് 2.5 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചത്. അവിടെയും ചീറ്റിപ്പോയി പല കാര്യങ്ങളും. മാത്രമല്ല ചില നേതാക്കളുടെ ചില പിടിവാശികളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും ആശങ്കകളും ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2024 ഇനി അഭിമുഖീകരിക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടായിരിക്കുമോ എന്നുള്ള ആശങ്ക പോലും ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ആരെല്ലാം ഉണ്ടാകും എന്നുള്ള ആശങ്കയും ഇപ്പോഴുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള നീരസങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന തലത്തിൽ വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കും എന്നുള്ളതാണ്. സംസ്ഥാന തലത്തിൽ അത്തരത്തിൽ ക്ഷീണമുണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വോട്ടിനെയും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയും പോലെ ഇപ്പോഴത്തെയും എതിരാളി BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ പ്രവർത്തനവും പ്രചരണവും ഒരുപോലെ തന്നെ ശക്തമാണ് എന്നുള്ളതാണ്. കൃത്യമായി പഠിച്ചുകൊണ്ടിറങ്ങുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണ് സംഘപരിവാറിൻ്റെത് അഥവാ BJPയുടേത് എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ BJPയെ തോൽപ്പിക്കാനിറങ്ങുമ്പോൾ, സംഘപരിവാർ അജണ്ടയെ തകർക്കാനിറങ്ങുമ്പോൾ അല്പം കൂടി കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകേണ്ടതുണ്ട്.